നമ്മളും മനുഷ്യരുടെ കാര്യം വലിയ കഷ്ടമാണല്ലേ. ചിലപ്പോൾ ഒരു ഭയാനകമായ കൃത്യം ചെയ്യാൻ നമ്മളൊരാൾ യാതൊരു ദയവുമില്ലാതെ തോക്കിന്റെ കാഞ്ചി വലിച്ചേക്കാം. എന്നാൽ മറ്റു ചിലപ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വളരെ ധീരമായി അതേ കാഞ്ചി നമ്മൾ വലിക്കും. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ? ഇതിനു പിന്നിലെ വളരെ രസകരമായ, നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ജീവശാസ്ത്രത്തിലേക്കും രഹസ്യങ്ങളിലേക്കുമാണ് നമ്മളിന്ന് കടക്കുന്നത്. മനുഷ്യന്റെ പെരുമാറ്റം എന്ന ഈ വലിയൊരു സങ്കീർണതയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ഈ വിഷയത്തെ ചില ഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. ആദ്യം പെരുമാറ്റത്തിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ വ്യത്യസ്ത ശാസ്ത്രശാഖകൾ തമ്മിലുള്ള വേർതിരിവുകൾ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനുശേഷം തലച്ചോറിന്റെ ഘടന, അമിഗ്ഡാല, ഒടുവിൽ നമ്മുടെ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തിലൂടെ മുന്നോട്ടു പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പെരുമാറ്റത്തിലെ വൈരുദ്ധ്യം. അതായത് നമ്മുടെ പ്രവൃത്തികളിലെ ചില വിചിത്രമായ കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ. വളരെ മോശമായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളുടെ കാറിലേക്ക് സ്വന്തം കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്ന ഒരമ്മ ദേഷ്യത്തോടെ ഒരു മിഠായി വലിച്ചെറിയുന്ന രംഗം. അല്ലെങ്കിൽ ഒരു കൂട്ടക്കൊല നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു കൂട്ടം അക്രമികൾ അതിമനോഹരമായ ഒരു ഓർക്കസ്ട്രയുമായി വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട് തോന്നുന്നില്ലേ? അതെ, മനുഷ്യന്റെ പ്രവൃത്തികളും അതിനു പിന്നിലെ ലക്ഷ്യങ്ങളും അത്രത്തോളം വിചിത്രമാണ്. ഇവിടെയാണ് നമ്മൾ ആ പഴയ തമാശ ചോദ്യം ഓർക്കേണ്ടത്. കോഴി എന്തിനാണ് റോഡ് മുറിച്ചു കടന്നത്? ഇതൊരു കുട്ടികളുടെ ചോദ്യമാണെന്ന് തോന്നാമെങ്കിലും ഇതിലൂടെ ശാസ്ത്രത്തിലെ വലിയൊരു പ്രശ്നമാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ന്യൂറോ കെമിസ്റ്റിനോടോ അല്ലെങ്കിൽ ഒരു പരിണാമ ജീവശാസ്ത്രജ്ഞനോടോ അതല്ലെങ്കിൽ ഒരു ബയോ എഞ്ചിനീയറോടോ ആണ് ചോദിക്കുന്നതെങ്കിലോ അവർ ഓരോരുത്തരും അവരവരുടെ മേഖലയുമായി മാത്രം ബന്ധപ്പെട്ട തികച്ചും വ്യത്യസ്തമായ ഉത്തരങ്ങളായിരിക്കും നൽകുക. നോക്കൂ, ഒരൊറ്റ പെരുമാറ്റത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇതുപോലുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ ഒരിക്കലും മതിയാകില്ല. ഈയൊരു കാര്യം മനസ്സിലാക്കാൻ നോബൽ സമ്മാന ജേതാവായ എലി വീസലിന്റെ പ്രശസ്തമായ ആ വാചകങ്ങൾ നമ്മളെ സഹായിക്കും. സ്നേഹത്തിന്റെ വിപരീതം വെറുപ്പല്ല, അതിന്റെ വിപരീതം നിസ്സംഗതയാണ്. ഇതെത്രത്തോളം സത്യമാണെന്നറിയാമോ? കാരണം തീവ്രമായ സ്നേഹത്തിന്റെയും അതുപോലെ തീവ്രമായ വെറുപ്പിന്റെയും ജീവശാസ്ത്രം നമ്മൾ പരിശോധിച്ചാൽ അത് രണ്ടും ശരിക്കും വളരെ സമാനമാണ്. ഈ രണ്ട് അവസ്ഥകളിലും നമ്മുടെ ഹൃദയമിടിപ്പും ഹോർമോണുകളുടെ പ്രവർത്തനവുമെല്ലാം ഏതാണ്ട് ഒരുപോലെയായിരിക്കും. എന്നാൽ യാതൊരു വികാരവുമില്ലാതെയുള്ള വളരെ തണുത്ത ചോരയോടെയുള്ള ക്രൂരതകളാണ് നമ്മളെ ശരിക്കും ഭയപ്പെടുത്തേണ്ടത്. അതാണ് ഏറ്റവും അപകടകരം. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. വേർതിരിവുകൾ ഇല്ലാതാക്കുന്നു. ഇടുങ്ങിയ കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള മോചനം എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരൊറ്റ ശാസ്ത്രശാഖയെ മാത്രം ആശ്രയിക്കാൻ പാടില്ല. കാരണം ചരിത്രം നോക്കിയാൽ അങ്ങനെ ചെയ്തപ്പോഴൊക്കെ ലബോട്ടമി പോലുള്ള ക്രൂരവും ഭയാനകവുമായ തെറ്റുകളിലേക്കാണത് നമ്മളെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ഇത്തരം ഇടുങ്ങിയ ചിന്താഗതികൾ ഉപേക്ഷിച്ച് പരസ്പരം ബന്ധിപ്പിച്ച ഒരു ടൈം ലൈൻ നമ്മൾ ഉപയോഗിക്കണം. ഒരു പ്രവൃത്തി നടക്കുന്നതിന് കൃത്യം ഒരു സെക്കൻഡ് മുൻപ് തലച്ചോറിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കി നമുക്ക് തുടങ്ങാം. എന്നിട്ട് അതിനു മുമ്പുള്ള നിമിഷങ്ങളിലേക്കും മണിക്കൂറുകളിലേക്കും, എന്തിന് സഹസ്രാബ്ദങ്ങൾക്കു മുൻപുള്ള പരിണാമ ചരിത്രത്തിലേക്കു വരെ നമ്മൾ തിരിഞ്ഞു നോക്കണം. കാരണം ഇതെല്ലാം തമ്മിൽ വളരെ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. തലച്ചോറിന്റെ 3 തലങ്ങൾ. അതായത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വടംവലി. ഒരു നിമിഷം കൊണ്ട് നമ്മൾ എടുക്കുന്ന ആ പെട്ടെന്നുള്ള തീരുമാനങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ഹാർഡ്വെയർ എന്താണെന്ന് നമുക്ക് നോക്കാം. തലച്ചോറിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ പോൾ മക്ലീന്റെ ഈ ട്രയൂൺ ബ്രെയിൻ മോഡൽ നമ്മളെ ഒരുപാട് സഹായിക്കും. ഇതൊരു ലളിതമായ രൂപകൽപ്പനയാണ്. ഇതിലെ തലം 1 എന്നത് ശ്വാസോച്ഛ്വാസം പോലെയുള്ള നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരവും സ്വയമേവ നടക്കുന്നതുമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. ഇനി തലം 2, അത് വൈകാരികമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. തലം 3 ആകട്ടെ നമ്മുടെ ഉയർന്ന ചിന്താശേഷിയെയും യുക്തിയെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ്. ഈ 3 ഭാഗങ്ങളും എപ്പോഴും പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. ഇതിൽ തലം 3 ആണ് നമ്മുടെ കോർട്ടെക്സ്. ലിംബിക് സിസ്റ്റത്തിന് മുകളിലായി കാണുന്ന തലച്ചോറിന്റെ ഏറ്റവും പുതിയ ഭാഗമാണിത്. യുക്തിയും ചിന്തയുമാണ് ഇതിന്റെ മെയിൻ ഏരിയ. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ചിന്തയും വികാരവും രണ്ടും തികച്ചും വ്യത്യസ്തമാണെന്ന ധാരണയൊക്കെ തീർത്തും തെറ്റാണ്. ഉദാഹരണത്തിന്, നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു കപ്പ് ചൂട് ചായയുടെ ആ ചെറിയ ചൂട് പോലും നമ്മുടെ ചിന്തകളെയും യുക്തിസഹജമായ തീരുമാനങ്ങളെയും അബോധപൂർവം സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് സത്യം. ഇനി 4ാമത്തെ ഭാഗം, അമിഗ്ഡാല. നമ്മുടെ ലിംബിക് സിസ്റ്റത്തിന്റെ ഒരു അപായമണി എന്നിതിനെ വിളിക്കാം. തലച്ചോറിന്റെ 2ാമത്തെ തലത്തിലെ അതിപ്രധാനമായ ഒരു ഭാഗമാണിത്. നമ്മുടെ ഏറ്റവും ശക്തമായ വികാരങ്ങളെ, പ്രത്യേകിച്ച് ദേഷ്യം, പേടി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നത് ഇതാണ്.
അമിഗ്ഡാലയ്ക്ക് അക്രമവാസനയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പാമ്പുകളെയോ ചിലന്തികളെയോ ഒക്കെ കാണുമ്പോഴുള്ള ജന്മനാലുള്ള പേടിയെയും അതുപോലെ തന്നെ ചില മോശം ചുറ്റുപാടുകളിൽ നിന്ന് കാലക്രമേണ നമ്മൾ പഠിച്ചെടുക്കുന്ന പേടിയെയും ഇത് ഒരേപോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു ഇരുണ്ട വഴിയിലൂടെ പോകുമ്പോഴുള്ള നിങ്ങളുടെ ആ ഉത്കണ്ഠയും ഭയവുമെല്ലാം പലപ്പോഴും പെട്ടെന്നുള്ള ആക്രമണങ്ങളിലേക്ക് വഴിമാറുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം പറയാം. പരിക്കേറ്റ ഒരാളുടെ മുറിവ് വെച്ചുകെട്ടാനും അതുപോലെ ആക്രമിക്കാൻ വരുന്ന ഒരു അന്യഗ്രഹ ജീവിയെ വെടിവെക്കാനും നമ്മുടെ തലച്ചോറിലെ ഒരേ സർക്യൂട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതിശയമായി തോന്നുന്നില്ലേ? ആ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന് തലച്ചോറിന് ബോധ്യപ്പെട്ടാൽ മതി. പ്രവൃത്തികൾ രണ്ടും തികച്ചും വ്യത്യസ്തമാണെങ്കിലും അവയ്ക്ക് പിന്നിലെ ഉദ്ദേശം ഒന്നുതന്നെയാണ്. അവസാനം നമ്മൾ 5ാമത്തെ ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ഫ്രോണ്ടൽ കോർട്ടെക്സ്, തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രകൻ. ഉള്ളിൽ തിളച്ചുമറിയുന്ന വൈകാരികമായ ആവേശങ്ങളെയെല്ലാം പിടിച്ചു നിർത്താൻ നിരന്തരം പാടുപെടുന്ന തലച്ചോറിന്റെ ഒരു സൂപ്പർ ഹീറോയാണ് ഈ ഭാഗം. ഈ ഒരു എക്സ്പ്ലെയിനറിൽ നിന്ന് നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രമേ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂവെങ്കിൽ അത് ഇതായിരിക്കണം. എന്താണ് ഫ്രോണ്ടൽ കോർട്ടെക്സ് ചെയ്യുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, ശരിയായ കാര്യം ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി അത് ചെയ്യുക. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ഫ്രോണ്ടൽ കോർട്ടെക്സ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായും ഇത് തന്നെയാണ്. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനും വലിയ ദേഷ്യം വരുമ്പോൾ പോലും ഒരക്ഷരം മിണ്ടാതിരിക്കാനുമെല്ലാം ഇത് നമ്മളെ സഹായിക്കുന്നു. ഇനി ഈ ഫ്രണ്ടൽ കോർട്ടെക്സിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലോ? അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഫിനിയാസ് ഗേജിന്റെ ചരിത്രം. 1848 നടന്നൊരു അപകടത്തിൽ 13 പൗണ്ട് ഭാരമുള്ള ഒരു വലിയ ഇരുമ്പ് കമ്പി അദ്ദേഹത്തിന്റെ തലച്ചോറിലൂടെ തുളച്ചുകയറി. ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഒരു വലിയ ഭാഗമാണ് അന്ന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ഉള്ളിലെ മൃഗീയമായ വാസനകളെ നിയന്ത്രിക്കാൻ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇല്ലാതെ വന്നപ്പോ എന്ത് സംഭവിച്ചെന്നോ? അദ്ദേഹത്തിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിമറിഞ്ഞു. എല്ലാവരോടും വലിയ സ്നേഹത്തോടെ ഇടപെട്ടിരുന്ന ആ പഴയ ശാന്തനായ മനുഷ്യൻ പോയി. പകരം അതികഠിനമായ ദേഷ്യവും ആക്രമണ സ്വഭാവമുള്ള മറ്റൊരാളായി അദ്ദേഹം മാറി. ഇപ്പോൾ അത് പഴയ ഗേജ് അല്ല എന്ന് അദ്ദേഹത്തിന്റെ ഡോക്ടർ തന്റെ ഡയറിയിൽ കുറിച്ചു. നമ്മുടെ സ്വഭാവം നിയന്ത്രിക്കുന്നതിൽ ഈ ഫ്രോണ്ടൽ കോർട്ടെക്സിനുള്ള പങ്ക് എത്ര വലുതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ എപ്പോഴും ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറിന് വലിയ ഊർജ്ജം ആവശ്യമായി വരും. വളരെ കഠിനമായ തീരുമാനങ്ങളെടുത്ത് നിങ്ങളുടെ ഫ്രോണ്ടൽ കോർട്ടെക്സ് വല്ലാതെ ക്ഷീണിക്കുമ്പോൾ ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് കുറയും. ഉദാഹരണത്തിന്, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കഠിനമായ ജോലിക്ക് ശേഷം എളുപ്പവഴികൾ തേടാനും എന്തിനേറെ മറ്റുള്ളവരെ വഞ്ചിക്കാനും വരെ മനുഷ്യർക്ക് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളോട് വിടവാങ്ങുന്നതിനു മുൻപ് ചിന്തിക്കാൻ വക നൽകുന്ന ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സദാചാര പ്രവൃത്തികൾ അവ ശരിക്കും നമ്മുടെ ഫ്രോണ്ടൽ കോർട്ടെക്സ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന്റെ ഫലമാണോ? അതോ അതൊക്കെ വെറുമൊരു സ്വാഭാവികമായ ശീലം മാത്രമാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ചോദ്യത്തെക്കുറിച്ച് തീർച്ചയായും ഒന്ന് ചിന്തിച്ചു നോക്കുക. ജീവശാസ്ത്രത്തിന്റെ ഈ അത്ഭുത ലോകം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയാൻ ബാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.